സ്വഹാബികൾ, താബിയുകൾ, താബിയുകൾ എന്നീ സൽവൃത്തരായ മുൻഗാമികൾ അനറബി നാടുകളിൽ മതപരമായ പ്രസംഗങ്ങൾ നിർവഹിക്കുമ്പോൾ റുക്നുകൾ അറബിയിൽ പറഞ്ഞ് വിവർത്തനം ചെയ്യുകയും തുടർന്നുള്ള ഭാഗങ്ങൾ നാട്ടുകാരുടെ ഭാഷയിൽ പറയുകയും ചെയ്തിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നാം കണ്ടിട്ടില്ല. വയുസ്തറത്തു കൗനുഹ അയിൽ അർക്കാനി, റുക്നുകളെ അറബിയാക്കൽ ഷർത്താണ്. ദൂനമാദാഹ, അതല്ലാത്തതിനെ കൂടാതെ എന്ന് പറയുമ്പോൾ പെടുന്നനവെ കേൾക്കുമ്പോൾ റുക്നുകൾ കുറെ, അല്ലാത്തത് കുറെ എന്നൊന്നും ചിന്തിക്കണ്ട. ഖുതുബ സഹിയാകാൻ അനിവാര്യമായ ഘടകം അഖല്ലുമാ യുജ്സിഉ ഫിൽ ഖുതുബത്തി എന്നും അർക്കാന് എന്നും ഒക്കെ ഫുഖഹാ ഇബാറത്തിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് അറബിയിലാകണം എന്ന് പറഞ്ഞാൽ അതും മതി സ്വഹിയാകാൻ. അല്ലാത്ത ഭാഗം പറഞ്ഞുകൊള്ളണമെന്നില്ല. പറയുകയാണെങ്കിൽ അത് സ്വഹിയാകണമെങ്കിൽ, ഏത് പറയുന്നത് പരിഗണനീയമാകണമെങ്കിൽ, ലഘുവ് അല്ലാതെയാകണമെങ്കിൽ അതും അറബിയിൽ തന്നെ പറയണം. അത് അറബി അല്ലാത്തതിൽ പറഞ്ഞാൽ കൂടുന്നില്ലെങ്കിൽ ജുമാന്റെ സിഹത്തിനെ ബാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതേ സമയത്ത് കൂടുകയാണെങ്കിലോ ഇദാലം യത്തുലിൽ ഫസ്ലു ബിഗൈറിൽ അറബി വ ഇല്ലാ ദറ, ഫസ്ല് കൂടുകയാണെങ്കിൽ ജുമാ തന്നെ അതിൻ്റെ മുവാലാത്ത് നഷ്ടപ്പെടും. അതേ ലറ മുവാലാത്ത് നഷ്ടപ്പെട്ടു പോകും. അതോടുകൂടെ മുവാലാത്ത് നഷ്ടപ്പെടുന്നതോടുകൂടെ ഖുതുബ ബാത്തിലായി പോകും. ഖുതുബ ബാത്തിലായി ഫാസിദായി പോകുന്നതോടുകൂടെ ജുമായി നഷ്ടപ്പെടും. ചുരുക്കത്തിൽ കേരളത്തിൽ ഇന്ന് പരിഭാഷപ്പെടുത്തുന്നവർ എല്ലാവരും അവരൊക്കെ മലയാളത്തിൽ സധീരം പ്രസംഗിക്കുകയാണ്. അങ്ങനെ പ്രസംഗിക്കുമ്പോൾ മുവാലാത്ത് പൂർണ്ണമായും പോകുന്നുണ്ട്. ഖുതുബ കഴിഞ്ഞിട്ട് ഖുതുബൻ്റെയും നിസ്കാരത്തിൻ്റെയും ഇടയിൽ അവിടെയും മുവാലാത്ത് വേണം. അപ്പോൾ ഒരു നിലക്കും വർദ്ധിപ്പിച്ചാൽ ശരിയാവുകയില്ല. അല്ലെങ്കിൽ കൂടി അത് ലഘുവാണ്. അതിൽ കൂടി തന്നെ ജുമായുടെ കൂലി ളുഹറായി പോകുന്നുണ്ട്. അതിൻ്റെ പുറമെ ഹറാമുമാണ്. എല്ലാ ജുമായും എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് വന്ന് ഹറാമ് ചെയ്യുന്നൊരു ചുറ്റുപാട് ഉണ്ടാകുക, അത് കേൾക്കാൻ പോവുക. പരലോകത്തെത്തുമ്പം ഇന്നത്തെ പരിഭാഷ അനുസരിച്ച് ജുമേ ഇല്ല. കാരണം മുവാലാത്ത് മുറിയുന്ന രൂപത്തിൽ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറബി അല്ലാത്ത ഭാഷയിൽ പറയുകയാണെങ്കിൽ തന്നെ ഫസ്ല് ദീർഘിക്കാൻ പാടില്ല. ഫസ്ല് ദീർഘിച്ചില്ലെങ്കിൽ തന്നെ ഹറാമാണ്. ദീർഘിച്ചാൽ ഖുതുബ തന്നെ പോകും. ഖുതുബ പോയാൽ ജുമയും പോകും. നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ അത് ഉൾക്കൊള്ളണം. പിന്നെ ലിത്തിബായി സലഫി വൽ ഖലഫി, പൂർവീകരെല്ലാവരും സഹാബിമാരും താബികളും ഒക്കെ അങ്ങനെയാണ് ചെയ്തു വന്നത് എന്ന് പറഞ്ഞത് റുക്നുകളുടെ കാര്യം മാത്രമല്ല, എല്ലാ വിഷയം ഖുതുബ മൊത്തവും അവരെല്ലാവരും അറബിയിൽ തന്നെയാണ് നിർവഹിച്ചത്. അല്ലാത്ത ഭാഷയിൽ മാറ്റാൻ മുസ്ലിം ഉമ്മത്തിൻ്റെ പൈതൃകമില്ല. ഖുർആൻ്റെ അംഗീകാരമില്ല, ഖുർആൻ അംഗീകാരമില്ല, ഹദീസിൻ്റെ അംഗീകാരമില്ല, ഇജ്മാഇൻ്റെ അംഗീകാരമില്ല, ഖിയാസിൻ്റെ അംഗീകാരമില്ല. എല്ലാ നിലയിലും അത് ഹറാമാണ്.